കഴിഞ്ഞ 24 മണിക്കൂറായി ഇറാൻ ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഏത് വിധത്തിലും പറയാം, എല്ലാ വിധത്തിലും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തേക്കും മിസൈലുകൾ അയച്ചുകൊണ്ടേ നിൽക്കുകയാണ്. വമ്പൻ നാശനഷ്ടങ്ങൾ. കാരണം എന്താ, കഴിഞ്ഞ മണിക്കൂറിൽ കുറച്ച് മുമ്പായിട്ട് ഇസ്രായേൽ നഗരങ്ങളിലേക്ക്, ആയിഫ നഗരത്തിലേക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് മിസൈൽ വീണിട്ട് അവിടെയുള്ള ആൾക്കാർ പുതിയ വീഡിയോ അപ്ലോഡാണ്. നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് കൊടുക്കാൻ നിൽക്കുക. കാരണം മിസൈലും കൂടെ വീണിട്ട് ആ മിസൈൽ വീണ എന്താ പറയുക, പൂത്തിരങ്ങാൻ കത്തും പോലെ തെറിച്ചിങ്ങാൻ മിസൈലുകൾ പുറത്തേക്ക് പോവുക. അപ്പുറത്തെ പ്രദേശം മൊത്തമായിട്ട് കത്തി നശിക്കുന്ന രംഗം. വമ്പം പോസ്റ്റ് മോഡേൺ. എന്തായാലും ഇപ്പം ഇറാൻ വിട്ടുകൊടുക്കുന്ന മിസൈലിൻ്റെ പേരെന്താ അറിയുമോ? കസ്റ്റർ മിസൈൽ. എന്നുവെച്ചാൽ ആ മിസൈൽ വീണ് കഴിഞ്ഞാൽ, കസ്റ്റർ മിസൈൽ വീണ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അറിയോ? അത് ചിറക് പോലെ ഒന്നായിട്ട് ബദർ ചെയ്യുക. ആ പ്രദേശം മൊത്താശ് നശിപ്പിക്കുന്ന വിധത്തിലുള്ള മിസൈലുകളാണ് ഇപ്പം ഇറാൻ വിട്ടുകൊടുക്കുന്നത്. ഇസ്രായേലിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഇപ്പം ഇറാന്റെ മുമ്പിലുള്ളൂ. ആ രൂപത്തിലാണ് ഇപ്പം ഇറാൻ ശക്തമായിട്ട് ആക്രമണം നടന്നുകൊടുക്കുക. ഏത് രൂപത്തിൽ നോക്കുകയാണെങ്കിലും, ഏത് സമയം നോക്കുകയാണെങ്കിലും അവിടെ അലാറങ്ങളും അതുപോലെ തന്നെ കത്തി നശിക്കുന്ന ബിൽഡിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളാണ് ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗസയിലുള്ള ആൾക്കാർ, പലസ്തീനിലുള്ള മക്കൾ എങ്ങനെയാണോ അനുഭവിച്ചത്, ആ അനുഭവിക്കുന്നത് ഇപ്പം ശരിക്കും ഒരു അനുഭവിച്ചു കൊണ്ടിരിക്കുക. കാരണം കഴിഞ്ഞ ഒരു 5-8 ദിവസം മുമ്പ് ഇസ്രായേൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇസ്രായേൽ ഇറാനിലേക്ക് ബോംബ് ഇടണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ടാവും. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിശക്തമായ ആക്രമണം തന്നെ, ഒരു നിലക്കും രക്ഷയില്ലാത്ത ആക്രമണം. ലോക മാധ്യമങ്ങൾ മൊത്തം പറയുന്ന കാര്യങ്ങൾ ഇറാൻ 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 ഇസ്രായേൽ നശിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ചാനലും പറഞ്ഞു. കുറച്ച് വിഡ്ഢികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മൾ കമൻറ്റ് ബോക്സിൽ തെറി അഭിഷേകം അല്ലാണ്ട് ഒരു അല്ല ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യം. സത്യസന്ധമായുള്ള വാക്കുകൾ നമ്മൾ പറയും. അതെപ്പോഴും നമ്മൾ പറയും. അന്നും പറയും, ഇന്നും പറയും, എന്നും പറയും. അതുപോലെ ശാസ്ത്രലോകം, ഈ ഗവേഷകർ നടത്തുന്ന ശാസ്ത്രലോകത്തിലെ മുകളിലേക്ക് ഒരു മിസൈലാക്രമണം നടത്തിയിട്ടുണ്ട് കുറച്ച് മുമ്പാണ്. അവിടെ സംഭവിച്ച കാര്യം എന്താ പറയുക, ആ ബിൽഡിങ്ങുകൾ മൊത്തമായിട്ട് തകർന്നു പോകുന്ന രൂപത്തിൽ ഐഫയിൽ പിന്നെയും, കാരണം ഐഫയിൽ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം നടത്തിയിരുന്നു. ഐഫ പിന്നീട് ഇപ്പോൾ കുറച്ച് മുമ്പായിട്ട് അവിടേക്ക് വരുന്ന മിസൈലിന് 6 മിസൈലുകളാണ് പോയി വീണെന്ന് പറയുന്നത്. 6 മിസൈലുകൾ ഐഫയിലേക്ക് വീഴുക എന്ന് പറയുന്നത് ഈ പറയുന്ന കസ്റ്റർ മിസൈലുകളാണ് പോകുന്നത്. ആ മിസൈലുകൾ പോയി കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ നശിപ്പിക്കുന്ന, ഈ ഐഫ എന്ന സ്ഥലം എന്ന് പറയുന്നത് ജനങ്ങൾ താമസിക്കുന്ന, അതുപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്ങുകളുള്ള, അടുത്തടുത്ത ബിൽഡിങ്ങുകളുള്ള, ഒരുപാട് ഭയങ്കര വികസനമുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ ഐഫയിൽ തന്നെയാണ് ഈ പട്ടാള ക്യാമ്പുകളുണ്ട്, ആയുധം ശേഖരിച്ച സ്ഥലങ്ങളുണ്ട്. ആ ലക്ഷ്യം വെച്ചിട്ടാണ് ഇറാൻ ആക്രമിക്കുന്നത്. പക്ഷെ അവിടെ ഒരുപാട് ജനങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ, ഒരു മിസൈൽ ഈ കസ്റ്റർ മിസൈലൊക്കെ പോകുന്ന സമയത്ത്, അവിടേക്ക് ഇസ്രായേലിലേക്ക് വന്ന് വിൽക്കുന്ന സമയത്ത് അത് കുറച്ചും നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ ബംഗറിനുള്ളിൽ കിടക്കുന്ന ഒരു ആൾക്കാരുണ്ട്, അവർക്ക് വരെ പരിക്കേൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ പുകയും അതുപോലെ തന്നെ ഈ ബംഗറിന് ഉള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് പരിക്കേറ്റിക്കാൻ അവർക്കും അസ്വസ്ഥതകൾ വരുന്നുണ്ട്. കാരണം ജനങ്ങൾ ബംഗറിനുള്ളിൽ കയറി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഐറ്റം മിസൈലുകളാണ് വരുന്നത്. ബംഗർ എന്നുള്ള ഒരുപാട് താഴ്ചയുള്ള സ്ഥലമാണ്. അതിൻ്റെ അടിയിൽ വരെ ഇതിൻ്റെ കുലുക്കങ്ങൾ എത്തുന്നതാണ്. എന്നാൽ മിസൈലിൻ്റെ പവർ എന്തായിരിക്കും? ഈ ഇറാൻ വിടുന്ന മിസൈലിൻ്റെ പവർ എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്രയും ഭയാനകമായിട്ടുള്ള മിസൈലുകളാണ് ഇപ്പം ഇറാൻ ഇസ്രായേലിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നിലക്കും വിടില്ല. കാരണം അറിയോ, ഇത് ഇസ്രായേലിലെ നാശത്തിലേക്ക് പോകുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും ഐഫയിൽ തുറമുഖത്തിലും അതിശക്തമായ ബോംബിംഗ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് പോകുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെ ന്യൂസുകളും കാര്യങ്ങളും ലൈവായിട്ട് നല്ല നാടൻ വർത്താണ്. എഡിറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. നമ്മളെന്താ ഫോണുകൾ വെക്കുക, സംസാരിക്കുക, കാര്യങ്ങൾ അൽ ജസീറ പോലത്തെ ചാനൽ കാണുക, അത് എഴുതി വെക്കുക എന്ന് നിങ്ങളോട് പറയുക. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒക്കെ ചെയ്യുക. നമ്മൾ നല്ലയോ എല്ലാവരും ഒരു വാസം. താങ്ക് യു വെരി മച്ച്.